നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. അടുത്ത് ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി രാജേഷ് എം എന്നാണ് ആ കുട്ടിയുടെ പേര്. രാജേഷിൻ്റെ വയസ്സ് വന്നിട്ട് 34, 5'11" ഹൈറ്റ്. വിശാഖമാണ് ആ കുട്ടിയുടെ നക്ഷത്രം. ബിടെക് ആണ് കുട്ടിയുടെ സബ്ജക്റ്റ്. ബിടെക് പാസ്സായിട്ടുള്ള കുട്ടിയാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് IBM, ഒരു US മൾട്ടിനാഷണൽ കമ്പനിയാണ് IBM. IBMൽ സിസ്റ്റം ആർക്കിടെക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഏകദേശം 24 to 25 lakhs അടുത്ത സാലറി CTC ആയിട്ടുണ്ട്. മുരളീധരൻ ആണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര്. മുരളീധരൻ സെൻട്രൽ പബ്ലിക് സെക്ടർ യൂണിറ്റിൽ അഡീഷണൽ ജനറൽ മാനേജറായിട്ട് റിട്ടയർ ആയിട്ടിരിക്കുന്ന ആളാണ്. അമ്മ വന്നിട്ട് ഗീത മുരളി. അവർ രണ്ടുപേരും പാലക്കാട്ടെ ഒരു പ്രൊമിനൻ്റ് നായർ തറവാട്ടത്തെ ആളുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കുട്ടിയെ പറ്റി പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് ഒന്നുകൂടെ ഞാൻ പറയാം, 5'11". ആൾറെഡി അങ്ങോട്ട് ആയിട്ടില്ല. 5'11" ആ കുട്ടിയുടെ ഹൈറ്റ് പറയുന്നത്. ഓക്കെ. 34 വയസ്സ്. നക്ഷത്രം വിശാഖം. ബിടെക് ആണ് ക്വാളിഫിക്കേഷൻ. ബാംഗ്ലൂർ IBMൽ വർക്ക് ചെയ്യുന്നു. ഏകദേശം 25 ലക്ഷം രൂപയുടെ അടുത്ത് സാലറി പറയുന്നുണ്ട്. അച്ഛൻ മുരളീധരൻ സെൻട്രൽ പബ്ലിക് സെക്ടർ യൂണിറ്റിൽ നിന്ന് അഡീഷണൽ ജനറൽ മാനേജറായിട്ട് റിട്ടയർ ആയ ആളാണ്. അമ്മ ഹൗസ് വൈഫായിരുന്നു. ഇപ്പോഴും പാലക്കാട്, രണ്ടുപേരും പാലക്കാട് സെറ്റിൽഡാണ്. ഹൗസ് വൈഫ് തന്നെയാണ്. ഇപ്പോഴും പാലക്കാട് സെറ്റിൽഡാണ്. ഇപ്പോൾ പല്ലാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്നത്, പാലക്കാട്. അപ്പോൾ ഏതെങ്കിലും പെൺകുട്ടികളുടെ പാരൻസിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രാജേഷിനെ വേണ്ടി നോക്കാം. രാജേഷിൻ്റെ ഡീറ്റെയിൽ വള്ളുവനാട് മാട്രിമോണിയലിന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തരുന്നതാണ്. വള്ളുവനാട് മാട്രിമോണിയലിൽ രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ആൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും റിന്യൂ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിലുകൾ അയച്ചു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന അതേ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. വിവാഹം നോക്കുന്ന കുട്ടിയും വീട്ടിൽ അച്ഛനമ്മമാരും കൂടി നന്നായിട്ട് സംസാരിക്കുക കാര്യങ്ങളൊക്കെ. എന്താണ് ഈ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ കുട്ടിയുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഏത് ക്വാളിഫിക്കേഷൻ വരെ പോകാം, ഏത് ഏജ് വരെ പോകാം, ജോബ് ലൊക്കേഷൻ എവിടെയായിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും, കുടുംബപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. ആ കുട്ടിക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും. ഇവിടെ പലപ്പോഴും ഞാൻ കാണുന്നൊരു കാഴ്ച, അച്ഛനോ അമ്മയോ അങ്ങ് തീരുമാനിക്കും. ചിലപ്പോൾ അച്ഛൻ പറയും ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറം എന്നെ കുട്ടികളൊന്നും പറയില്ല, മക്കളൊന്നും പറയില്ല, ഞാൻ പറഞ്ഞ തന്നെയാണ്. ഇതൊക്കെ വെറും നമ്മളുടെ ചില തെറ്റിദ്ധാരണകളാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറം അവർക്ക് പറയണമെന്നുണ്ടാവും, പക്ഷേ പേടിച്ചിട്ട് പറയാതിരിക്കുകയാണ്. അച്ഛനമ്മമാരെ പേടിച്ച് ആ കുട്ടികൾക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും പല വീടുകളിലും ഇല്ല എന്നുള്ളത് ഒരു പരമസത്യമാണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. കുട്ടികളുമായിട്ട് നന്നായിട്ട് സംസാരിക്കുക. വളരെ ഒരു നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് അതിനെ ഒരു ടെൻഷൻ ഉണ്ടാക്കി അതൊരു ഫൈറ്റിംഗ് മോഡിലേക്കൊന്നും പോകരുത്. നന്നായിട്ട് സംസാരിക്കും. ഒറ്റ കാര്യം എനിക്ക് പറയുള്ളൂ, നിങ്ങൾ പാരൻസ് വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അവസാനം പാരൻസ് ടെൻഷൻ അടിച്ചിട്ട് കഴിയേണ്ടി വരും ശിഷ്ടകാലം മൊത്തം. കുട്ടികളുടെ എന്താണ് ആവശ്യം കഴിയാവുന്നത്ര അവർ പറഞ്ഞ് മനസ്സാക്കിപ്പിക്കുക. പറഞ്ഞ് മനസ്സാവുന്നില്ലെങ്കിൽ അവരെന്താ പറഞ്ഞു വെച്ചാൽ അത് നമ്മൾ കേൾക്കുക. അതുമാത്രമേ ഏക വഴിയുള്ളൂ. രണ്ടാമത്തെ കാര്യം, പാരൻസ് ജ്യോതിഷത്തിനെ പറ്റി കൂടുതൽ പഠിക്കാതിരിക്കുക.
ഈ കല്യാണം അല്ലെങ്കിൽ ഈ വിവാഹം കഴിയുന്നത് വരയ്ക്കെങ്കിലും ജ്യോതിഷ വർത്തമാനങ്ങൾ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ജ്യോതിഷത്തിന് എതിരല്ല ഞാൻ, പക്ഷെ നമ്മളുടെ പലരുടെയും അപ്രോച്ച് ഒട്ടും ശരിയല്ല എന്നുള്ള പക്ഷമാണ് എനിക്ക്. കൃത്യമായിട്ട് ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ട് നോക്കണം. നാൾപ്പൊരുത്തം ഈ വക കാര്യങ്ങളൊക്കെ ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ട് നോക്കി ഉറപ്പ് വരുത്തണം. ഒരു ജ്യോതിഷനെ മാത്രം 2 ഫാമിലി ഓക്കെയാണ്, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇഷ്ടമായി, അച്ഛനമ്മമാർക്ക് ഇഷ്ടമായി, എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു പണിക്കരുടെ അഭിപ്രായം മാത്രം അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യൻ്റെ അഭിപ്രായം മാത്രം കേട്ട് വേണ്ടാന്ന് വെക്കരുത്. 3-4 ജ്യോത്സ്യൻ്റെ അടുത്തെങ്കിലും പോകണം. ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ നിങ്ങളോട് പറയുകയാണ് അത് വെച്ച് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം. മനപ്പൊരുത്തമാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ആദ്യ നടപടികൾ. അതിനൊക്കെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഞാൻ രാജേഷ് എന്ന കുട്ടിയുടെ ഡീറ്റെയിൽ ഒന്നുകൂടെ ഞാൻ പറയാം, എന്നിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. രാജേഷ് 34 വയസ്സ്, 5'11" ഹൈറ്റ്, വിശാഖ നക്ഷത്രം, ബിടെക്കാണ് ക്വാളിഫിക്കേഷൻ. ആ കുട്ടി വർക്ക് ചെയ്യുന്നത് IBM ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം 25 ലക്ഷം രൂപയുടെ അടുത്ത് സാലറി ഉണ്ട് ആ കുട്ടിക്ക്. അച്ഛൻ മുരളീധരൻ, അദ്ദേഹം സെൻട്രൽ പബ്ലിക് സെക്ടർ യൂണിറ്റിൽ നിന്ന് റിട്ടയർ ആയിട്ട് അഡീഷണൽ ജനറൽ മാനേജറായിട്ട് റിട്ടയർ ആയി വന്ന സാറാണ്. അച്ഛനും അമ്മയും പാലക്കാട് സെറ്റിൽഡാണ്, പല്ലാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആർക്കെങ്കിലും ഈ പ്രൊഫൈലിനോട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയിൽ കോൺടാക്ട് ചെയ്യണം. നന്ദി, നമസ്കാരം.